ഈ മോദി അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തതും ഹൈലൈറ്റ് ചെയ്തതും അംബേദ്കറെയാണ്. അദ്ദേഹത്തിൻ്റെ 100ാമത്തെ വാർഷികം, ഇത് അതൊക്കെ വലിയ രീതിയിലാണ് ഹൈലൈറ്റ് ചെയ്തത്. ഭീം ആപ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ. അതേപോലെ തന്നെ വാരണാസിയിൽ അതെല്ലാം ശുദ്ധീകരിച്ചതിൻ്റെ പേരിൽ 5ഓളം പേരെ ഇരുത്തിയിട്ട് അവരുടെ കാല് കഴുകുന്നത്. ഇതൊക്കെ ഒരു സിംബോളിക്കാണ്. അതോടെ തീർന്നു പോയതാണ് ഈ ദളിത് പൊളിറ്റിക്സിൻ്റെ, അതായത് ഖാൻഷീറാമും ആ BSP എന്ന് പറഞ്ഞ മായാവിതയുടെ പാർട്ടി ഒരൊറ്റ കാല് കഴുകുകൾ തീർന്നു പോയി UP-യിൽ. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അവർ മുഴുവനും ബ്ലോക്കായിട്ട് BJP-യുടെ കൂടെ പോയി. അത് ഈ പറയുന്ന ഈ ബജറാൻ ദൾ ഈ ദളിത്സിനെ അടിക്കാനും പിടിക്കാനും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഉണ്ടായ സംഭവമാണ്. പെട്ടെന്ന് മോദിയെ തെറി വിളിക്കാൻ തുടങ്ങി, BJP-യെ തെറി വിളിക്കാൻ തുടങ്ങി. BJP-ക്കാർ പെട്ടെന്ന് BJP-യും മോദിയെ തെറി വിളിക്കാൻ തുടങ്ങി. കാരണം ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമല്ലയോ ഒരാൾ 10 പേരോട് കൂടുന്നു, അവർ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ എന്തോ വേണം ചെയ്യട്ടെ. അതിനെതിരെ പെട്ടെന്ന് വരുന്നു, ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയുന്നു കുറച്ച് ജയ് ഹനുമാനും മാതൃസേനയോ ഹനുമാൻ സേനയൊക്കെ വന്നു കഴിഞ്ഞ് അവരെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. നിങ്ങൾ വിചാരിച്ചോ ഇതൊക്കെ വളരെ സൈലൻ്റായിട്ട് ലോകം മുഴുവനും നോക്കി നിൽക്കുക? ഇതെന്തുവാ ഇന്ത്യ എന്ന് പറഞ്ഞ ബനാന റിപ്പബ്ലിക്കാണോ? ഈ കേരളത്തിലെ മരമാക്കിൽ സംഘപരിവാറുകാർ വിചാരിച്ച് ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂ, അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു, ഇത് നിങ്ങളുടെ ലെവലിലൊന്നും നിൽക്കുന്ന കാര്യമൊന്നും അല്ല.